ഞാൻ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, ശങ്കുട്ടി ചോദിച്ച രാഷ്ട്രീയമായി നിലനിൽക്കുന്ന ലോജിക്കലായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, NSS ഇടത്തോട്ടടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വലത്തോട്ട് മാറുകയാണോ ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുവരുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറി ദേശീയ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു ഇടതുപക്ഷം ആചാര സംരക്ഷണത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ നിലപാട്? 2018 യുവതീ പ്രവേശന വിധി വരുന്ന സമയത്ത് അന്ന് CPM സാംസ്കാരിക സംഘടനകളും എടുത്ത നിലപാടാണോ നിങ്ങളുടെ നിലപാട്? അതല്ല ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് നിങ്ങൾ ഉറപ്പ് കൊടുത്ത നിലപാടാണോ നിങ്ങളുടെ നിലപാട്? ഏതാണ് ഇതിൽ യഥാർത്ഥ നിലപാട്? ശബരിമല ക്ഷേത്രം എന്ന് മാത്രമല്ല, കേരളത്തിനകത്ത് ഏതാണ്ട് 12,000-ഓളം ക്ഷേത്രങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കീഴിൽ വിവിധ ദേവസ്വം ബോർഡുകളിലായി സമാധാനപരമായി ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ്. കോവിഡ് കാലത്ത് ശമ്പളം കിട്ടാതെയും എണ്ണ പകർന്ന് വിളക്ക് കൊളുത്താൻ പറ്റാതെയും ആ ശ്രീകോവിലില് ഒരു പൂജ നടത്താൻ പറ്റാതെയും ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാണിക്കയിടരുത്, നമ്മുടെ ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത് എന്നും അങ്ങനെ ഇടുന്ന കാണിക്ക സർക്കാർ അടിച്ചുകൊണ്ട് പോവുകയാണെന്നും കള്ളപ്രചരണം നടത്തിയ വീരന്മാരാണ് സംഘപരിവാർ. അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അങ്ങനെ ക്ഷേത്രങ്ങളിൽ പടുതിരി കത്തുന്ന ഒരു ഘട്ടത്തിൽ ഭക്തന്മാരുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ കാലഘട്ടത്തിൽ എത്ര കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നത് കണക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കണക്ക് പറയുമ്പോൾ അതോടുകൂടി LDF വലത്തോട്ട് പോയി എന്നല്ല കാണുന്നത്. കാരണം എന്താണ്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് മര്യാദയ്ക്ക് അവിടെ അഴിമതിരഹിതമായി നടത്താൻ ചുമതലയേറ്റ ഗവൺമെന്റാണ്. ഈ പിണറായി വിജയൻ സർക്കാർ 1568 കോടിയോളം രൂപ ഈ കാലഘട്ടത്തിൽ ശബരിമലയുടെ വികസനത്തിന് ചെലവഴിച്ചു എന്ന അവകാശവാദം കൃത്യമായി തെളിവ് സഹിതം നമ്മൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ പണം ചെലവഴിച്ചത് വലത്തോട്ടുള്ള യാത്രയാണോ? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു ദിവസം 1 ലക്ഷം പേർ വരുന്ന ശബരിമലയിൽ എങ്ങനെ പ്രതിദിനം 3 ലക്ഷം പേരെ എത്തിക്കാം? ശബരിമലയിൽ കൂടുതൽ കൂടുതൽ തീർത്ഥാടകരെ എങ്ങനെ എത്തിക്കാം? അങ്ങനെ ലോകത്തിന്റെ നാനാകോണുകളിലെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി അതിനെ വികസിപ്പിക്കാമെന്ന് ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ തകർത്തുകൊണ്ടല്ല, ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടാണത് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആചാര ലംഘനം സർക്കാർ നയമല്ല. പക്ഷേ ഇങ്ങനെയല്ലല്ലോ അന്ന് സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും ഇടതുപക്ഷവും സ്വീകരിച്ച നിലപാട് ആചാരങ്ങൾ മാറ്റി മാറ്റി പരിഷ്കരിച്ചുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോയതെന്നാണ്. അന്ന് സംരക്ഷണമായിരുന്നില്ല. അവിടെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. സംഘപരിവാരാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തത് എന്ന കാര്യത്തിൽ ഇന്ന് തർക്കിക്കുന്നവരുണ്ടാവില്ല. കാരണം ആ കേസ് കൊടുത്ത ആളുകൾ എങ്ങനെയാണ് BJPയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആ കേസിലെ പരാതിക്കാർ അമിത്ഷയ്ക്കൊപ്പമുള്ള ചിത്രമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? അവരൊക്കെ തന്നെ ആരൊക്കെയാണ് എന്ന് നമ്മുടെ നാട്ടിൽ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ RSS തന്നെ, സംഘപരിവാർ തന്നെ അവരുടെ സ്ത്രീകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. എന്നിട്ടോ ആ കേസിനകത്ത് കേരള സർക്കാർ എന്തു പറഞ്ഞു എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. കേരള സർക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ ആ അഫിഡവിറ്റിനകത്ത് ഒന്നാമതായി പറഞ്ഞത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ സംബന്ധിച്ച് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു സമിതി രൂപീകരിച്ച് തെളിവെടുക്കണം. അങ്ങനെ തെളിവെടുത്തിട്ട് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ കാലഘട്ടത്തിൽ 91-ലുണ്ടായിട്ടുള്ള കേരള ഹൈക്കോടതി വിധിയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു പ്രത്യേക വയോപരിധിയിലുള്ള സ്ത്രീകളുടെ പ്രവേശനം ആകാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നതെങ്കിൽ അതാണ് സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ നിലപാട്. അല്ല, പ്രവേശനമാകാം എന്നാണ് സുപ്രീം കോടതി പറയുന്നെങ്കിൽ അതാണ് ഭരണഘടനാ നിലപാട്. കേരള സർക്കാർ ഇതിൽ അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾ ഭരണഘടന പറയുന്ന പ്രകാരം ഭരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ആകണമെന്നോ ആകണ്ടെന്നോ അല്ല, കോടതി പറയുന്നത് അനുസരിക്കും. ഇത്രയും കാലം അനുസരിച്ചിട്ടുണ്ട്. 91-ൽ ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ കാലഘട്ടത്തിലെ ആ വിധി മുതൽ അത് സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തുന്നവരെ വിധി ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. നാളെയും വിധിക്കനുസരണമായി ഞങ്ങൾ പ്രവർത്തിക്കും
ഇതാണ് സത്യവാങ്മൂലം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണഘടന എന്തു പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിനപ്പുറത്തേക്ക് CPIM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ നാളെ മുതൽ ഈ വിധി നടപ്പാക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ അത് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാൻ ആർക്കുമാവില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPIM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഏതെങ്കിലും തരത്തിൽ ഒരു ക്ഷേത്രത്തിനകത്തെ പ്രത്യേകമായ ഒരു കാര്യമായതിനെ രൂപപ്പെടുത്തിയെടുത്തിട്ടില്ല. അന്ന് സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത് സർക്കാരാണ്. മാത്രമല്ല നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് പരസ്യമാണ്. അത് ശബരിമലയുടെ നടയിലല്ല ഞങ്ങൾ ചെയ്തത്. ശബരിമലയിൽ ചോരയൊഴുക്കാൻ നടന്നവരില്ലേ, പരിപാടി അല്ലെങ്കിൽ C പ്ലാൻ വെച്ച് ചോരയൊഴുക്കുകയും സന്നിധാനത്തിൽ 18-ാം പടിയിൽ കയറി തിരിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്ത ആളുകൾ എങ്ങനെയാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത്? നവോത്ഥാന ചിന്തകൾ ഉയർത്തിക്കൊണ്ട് നവോത്ഥാന മതിൽ ഉണ്ടാക്കിയത് എവിടെയാണ്? തെരുവിലാണ്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾക്ക് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് കൈകാര്യം ചെയ്തത്. നാളെയും നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്ഷേത്രത്തെ തകർക്കലല്ല. രക്തം അശുദ്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ നവോത്ഥാന മതിൽ പടുത്തത്. ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്മാറിയോ എന്നുള്ളതാണ് എന്റെ നേരിട്ടുള്ള ചോദ്യം. ജനറൽ സെക്രട്ടറി ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആർത്തവരക്തം അശുദ്ധിയാണ് എന്ന യാതൊരു നിലപാടും ശാസ്ത്രീയമായി സമൂഹത്തിനകത്ത് ഒരാൾക്കുമില്ല. അത് ശരിയാണ്. കാരണം എന്താണ്? അതിലൂടെയാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിന്റെയും വംശവർദ്ധനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, എവിടെയാണ് നവോത്ഥാനത്തിന്റെ സന്ദേശവുമായി ഞങ്ങൾ പോയത്? ജനങ്ങളിലേക്കാണ്. ഞങ്ങൾ ആ സന്ദേശമായി ശബരിമലയ്ക്ക് പോയില്ലല്ലോ, ശബരിമലയ്ക്ക് മനുഷ്യചങ്ങല നടത്തിയില്ലല്ലോ. ശബരിമല ചോര ഒഴുക്കാൻ വേണ്ടി കോഴിയുടെ തലവെട്ടി കൊണ്ടുപോയത് ഇവരാണ്. ആ കോഴിയെ ഒളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കടത്തിയിട്ട് ചോര വീഴ്ത്തിയിട്ട് ആ B പ്ലാൻ C പ്ലാൻ വെച്ചിട്ട് ആരൊക്കെ അവിടെ കൊണ്ടുപോയത്? അതിന്റെ അകത്ത് ഇപ്രകാരം തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ അക്രമം ഉണ്ടാക്കിയത് ആരാണ്? ഇടതുപക്ഷക്കാരാണോ? ഒരു കാര്യം വ്യക്തതയുണ്ട്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ ഈ അഭിമുഖത്തിലൂടെ വന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ. വിധി വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും RSS നേതാക്കന്മാരും ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങളും സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാടിനോട് യോജിക്കാത്തവരായിരുന്നു NSS. LDF എടുത്ത നിലപാടിനോട് NSS യോജിച്ചിട്ടില്ല. അപ്പൊ മൂന്ന് കൂട്ടര് എന്തായിരുന്നു നിലപാട്? സുപ്രീം കോടതിക്ക് വിധിക്കൊപ്പമായിരുന്നു. LDF സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു, UDF സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു, RSS-ഉം BJP സുപ്രീം കോടതി വിധിക്കൊപ്പമായിരുന്നു. ബഹുമാനപ്പെട്ട ഗോവ ഗവർണറായിരുന്ന വ്യക്തി എന്താ പറഞ്ഞത്? ഇന്ന് നടപ്പാക്കാതെ മാർഗമില്ല. രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? അത് രാജ്യത്തിന്റെ വിധിയായി കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ആ വിധിയോട് യോജിക്കാതെ NSS ഒരു പൊസിഷൻ എടുത്തു. ആ പൊസിഷനിലേക്ക് കളങ്കത്തോടെ ദുർചിന്തയോടെ കടന്നുവന്ന് അതിനെ അക്രമ സമരമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ NSS അതിൽ നിന്നും അകലം പാലിച്ചു. ഇന്നല്ലാതെ RSS-ൽ നിന്നും ഈ UDF-ന്റെ മുതലെടുപ്പിൽ നിന്നും NSS അകലം പാലിക്കുന്ന പുതിയ കാര്യമല്ല. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ നാമജപ ഘോഷയാത്ര നടത്തിയിട്ടുണ്ട്, അതിനപ്പുറം ഇതിനെ കളങ്കപ്പെടുത്താൻ ഞങ്ങളില്ല. ആ നിലപാടാണ് NSS ഇന്ന് കൊടുത്തിട്ടുള്ളത്. Debate with Dr. Arun Kumar.